അപകടം മാറുകയാണ്. ഒരു പ്രദേശത്തെ ആകെ മൂടിക്കളഞ്ഞിരിക്കുന്നു അവിടുത്തെ ആ ദുരന്തം എന്നതാണ് ആ ദുരന്ത ദൃശ്യങ്ങൾ നേരിൽ കണ്ട മനുഷ്യർ നമ്മളോട് പറയുന്നത്. ഇപ്പോൾ നടക്കുന്നത് അവിടെ കുടുങ്ങിക്കിടക്കുന്നവരെ മറുകരയിലേക്ക് സുരക്ഷിത ഇടങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ്. പരിക്കേറ്റവരെയും കുടുങ്ങിക്കിടക്കുന്നവരെയും സുരക്ഷിത ഇടങ്ങളിലേക്ക് എത്തിക്കുക എന്നതിനാണ് ഏറ്റവും പ്രാമുഖ്യം ഇപ്പോൾ നൽകുന്നത്. അവിടുത്തെ ഭീതിതമായ കാഴ്ചകൾ അതിനി കേരളം കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നതാണ് അവരുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. ഏതാണ്ട് 20ഓളം മൃതദേഹങ്ങൾ ഇപ്പോൾ തന്നെ അവിടെ ഉണ്ട് എന്ന ഏറ്റവും ദുഃഖകരമായ വാർത്ത അവർ പങ്കുവെക്കുന്നു. അതിനുമപ്പുറം ആളുകൾ മനുഷ്യർ മണ്ണിനടിയിലുണ്ട് എന്ന കാര്യമാണ് അവർ പറയുന്നത്. അവർക്കത് കണ്ടിട്ട് നിസ്സഹായരായി മടങ്ങേണ്ടി വന്നു എന്ന കാര്യം സൂചിപ്പിക്കുന്നു. അവിടെ ഇനി തെരച്ചിൽ സാധ്യമാകണമെങ്കിൽ ഈ താൽക്കാലിക പാലം ശക്തിപ്പെടുത്തി അതിനുള്ള സംവിധാനങ്ങൾ അവിടെ എത്തിച്ച് തെരച്ചിൽ നടത്തേണ്ടി വരും. നമ്മള് മുകളിൽ ഉരുൾപൊട്ടലെടുത്ത് ബോഡിയും അത്യാവശ്യം ആൾക്കാരെ നമ്മൾ മാറ്റി. അത് കഴിഞ്ഞ് ഒരു 400ഓളം പേര് അക്കറെ കുടുങ്ങി കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ റോപ്പ് റെസ്ക്യൂ ഉപയോഗിച്ച് ആളെ അപ്പുറം കടത്തി പല വാഹനങ്ങളിലായിട്ട് നമ്മൾ കരയ്ക്ക് കൊണ്ടുവന്നു. റോപ്പ് റെസ്ക്യൂ വഴി ഇത്ര 400 പേരെ കൊണ്ടുവരാമെന്ന് പ്രായോഗികമല്ലാത്തതിനാൽ നമ്മൾ ഫയർഫോഴ്സിന്റെ ഫയർ എഞ്ചിന്റെ മുകളിൽ ലാഡർ അത് എക്സ്റ്റെൻഡ് ചെയ്ത് ടെമ്പററി ആയിട്ട് മരങ്ങളൂടെ ഉപയോഗിച്ച് ലാഡർ താൽക്കാലിക പാലം ഉണ്ടാക്കി അതേ നമ്മൾ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ഒരു 450-500 പേരെ നമുക്ക് പെട്ടെന്ന് ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോഴേക്കാളും 98% ആൾക്കാരെയും ഷിഫ്റ്റ് ചെയ്ത് ഇനി ഒരു 10-12 ബോഡിയും കൂടെ ഷിഫ്റ്റ് ചെയ്യുള്ളൂ. ബാക്കി കഴിഞ്ഞാൽ നമ്മൾ എത്തിക്കും. ഞങ്ങളോട് പറഞ്ഞാൽ 3 ട്രിപ്പ് ഇപ്പൊ അടിക്കാം, ബാക്കി നാളെ രാവിലെ അടിക്കാന്ന് പറഞ്ഞത്. നമ്മളടുത്ത് വണ്ടിയില്ല, നമ്മൾ ബോഡിയൊക്കെ എടുത്ത് മറത്തിൽ വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇവിടെ എത്തിക്കാൻ നിർബന്ധം. നമ്മളെ അവിടെ ആൾക്കാർ എല്ലാവരും ഇപ്പം അവിടെ ആരുമില്ല. നമ്മളുണ്ട് സാറേ, നമ്മളെ സാറേ, നമ്മളെ 9 ആൾ അവിടെ ഉണ്ട്. നമ്മളെ അടക്കം 9 ആള് ഇപ്പൊ എത്തിക്കണം സാറേ. മറിച്ചിലേക്ക് രാവിലെ വെക്കാൻ പറ്റൂല. ബോഡി വല്ലാണ്ട് നമ്മളെ എത്ര ഉണ്ടായാലും അത് കൊണ്ടുവന്നിട്ട് തന്നെ നമ്മൾ ക്ലോസ് ചെയ്യുള്ളൂ. ഇത് എത്ര ബോഡി ഉണ്ടായാലും എത്ര ജീവനോടെ നീതി കൊടുക്കണ്ടേ നമ്മൾ കൊണ്ടുവരും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെ കണ്ടെത്തിയ മൃതശരീരങ്ങൾ രാത്രി തന്നെ ഇവിടെ എത്തിക്കണമെന്നാണ് രക്ഷാപ്രവർത്തകർ ബാക്കിയുള്ള ആളുകൾക്ക് സംവിധാനം ഇല്ല എന്നുണ്ടെങ്കിൽ ലോക്കൽ സർവീസ് ആളുകളെ കൊണ്ട് റിക്കവർ ചെയ്തോളാം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ 22 മൃതദേഹങ്ങൾ അവിടെ ഉണ്ട്. അത് രാത്രി തന്നെ എത്തിക്കണം എന്നുള്ള സൗകര്യമൊരുക്കണമെന്നാണ് രക്ഷാപ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. കാരണം രാവിലത്തേക്ക് അവയുടെ സാഹചര്യം അതിന്റെ സ്ഥിതിയെല്ലാം തന്നെ വളരെ മോശമാകും. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലാണെങ്കിലും മൃതദേഹങ്ങൾ രാത്രി തന്നെ എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഇവിടെ രക്ഷാപ്രവർത്തകർ ഉന്നയിക്കുന്നത്. തീർച്ചയായും എന്തായാലും സഹിക്കേണ്ടി വരും കൂടുതൽ കാര്യങ്ങൾ എന്നതാണ് അവരുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങേയറ്റം ഭീതിതമായ സാഹചര്യം നമ്മളെ ഇനിയും കാത്തിരിപ്പുണ്ട് മുണ്ടക്കൈയുടെ ഉൾഭാഗങ്ങളിൽ എന്നതാണ് അവരുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. 22 മൃതദേഹങ്ങൾ ഇതിനോടകം അവിടെ ഉണ്ട് എന്ന കാര്യം അവർ പറയുന്നു. പിന്നെ ഇനി കൂടുതൽ തെരച്ചിൽ ആവശ്യമാകും. ഇത് ഒരു എക്വിപ്മെന്റിന്റെയും സഹായമില്ലാതെ അവർ നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയ മൃതദേഹങ്ങളാണ്. പക്ഷേ മണ്ണിനടിയിലും പാറക്കടിയിലുമൊക്കെ ഒരുപാട് മൃതദേഹങ്ങൾ ഉണ്ടാകാം എന്ന ഒരു സാധ്യത അവർ പറയുന്നു. അപ്പോൾ അതൊക്കെ യന്ത്ര സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടി മാത്രം ആ തെരച്ചിൽ സാധ്യമാകുകയുള്ളൂ എന്ന കാര്യവും അവർ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും പുറത്തെടുത്ത മൃതദേഹങ്ങൾ കരയിലെത്തിക്കണം എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും സാധ്യമായ എല്ലാ വിധത്തിലും അവിടെ ഇപ്പോൾ റെസ്ക്യൂ ഓപ്പറേഷൻസ് നടക്കുകയാണ്. കുടുങ്ങിക്കിടക്കുന്നവരെ പരിക്കേറ്റവരെ കരയിലെത്തിക്കാനുള്ള തീവ്ര ശ്രമമാണ് ഈ മണിക്കൂറിലും അവിടെ നടക്കുന്നത്. രാത്രി വൈകിയും രക്ഷാദൗത്യം പുരോഗമിക്കും എന്ന കാര്യം സൂചിപ്പിക്കുന്നു. എന്തായാലും 6ഓളം മന്ത്രിമാർ സംഭവ സ്ഥലത്ത് എത്തുന്നു. അവർ അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെ രക്ഷാദൗത്യം ഏകോപിപ്പിക്കുകയാണ്. കൂടുതൽ സേനാ വിഭാഗങ്ങൾ അവിടെ എത്തുന്നു. തിരുവനന്തപുരത്തു നിന്നുള്ള സേനാ വിഭാഗങ്ങൾ അല്പസമയത്തിനകം അവിടെ എത്തിച്ചേരുമെന്നതാണ് മിനിസ്റ്റർ സൂചിപ്പിച്ചത്. നേരത്തെ കണ്ണൂരിൽ നിന്ന് സൈന്യം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അത് രക്ഷാദൗത്യത്തിന് വേഗം കൂട്ടിയിട്ടുണ്ട് എന്ന കാര്യവും അദ്ദേഹം പറയുന്നു. അപ്പോൾ പോലും നാളത്തെ പകൽ മുണ്ടക്കൈയുടെ ഉൾഭാഗങ്ങളിൽ അവിടെ എന്താണ് കേരളത്തെ കാത്തിരിക്കുന്ന കാഴ്ചകൾ എന്നത് ഭീതിതമാണ്. അവിടുത്തെ സാഹചര്യം ഒരു രാത്രി ഉറങ്ങാൻ കിടന്നവർ അവർ ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു.
അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയാതെ ഈ ഭൂമിയിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നിരിക്കുന്നു എന്ന ഭീതിതമായ അവസ്ഥയാണ്. അതിൽ എത്ര പേർ ഉൾപ്പെട്ടിട്ടുണ്ട് ഇനി എന്നതാണ് അറിയേണ്ടത്. ഇപ്പോൾ തന്നെ മരണം 106-ൽ എത്തിയിരിക്കുകയാണ്. ഇനിയും കൂടുതൽ മൃതദേഹങ്ങൾ കരയിലേക്ക് എത്തിക്കാനുണ്ട് എന്ന കാര്യമാണ് അവിടെ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരുന്നവർ പറഞ്ഞത്. മണ്ണിനടിയിലും മറ്റുമൊക്കെ കുടുങ്ങിക്കിടക്കുന്ന മൃതദേഹങ്ങൾ ഉണ്ട്. ഭീതിതമാണ് സാഹചര്യം എന്നത് അവർ സൂചിപ്പിക്കുന്നു. എന്തായാലും കേരളം കണ്ടിട്ടില്ലാത്ത, ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വലിയ ദുരന്തമാണ് മുണ്ടക്കയിൽ സംഭവിച്ചിരിക്കുന്നത്. ചൂരൽമലയിൽ ആ സമതല പ്രദേശത്ത് ഇങ്ങനെ ഒരു അപകടം ജീവിതത്തിൽ നേരിടേണ്ടി വരുമെന്ന ഒരു സൂചനകളും ഇല്ലാതെ കഴിഞ്ഞ മനുഷ്യരെ ഉൾപ്പെടെ തുടച്ചു നീക്കിയിരിക്കുന്നു ഈ മഹാദുരന്തം. മരണം 113-ആയി